അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. ഉണ്ണിയപ്പമായിട്ട് വന്നാണ് കേട്ടോ. ചെറുക്കളത്താണ് ഇന്ന്. അപ്പോൾ ഇന്ന് ചെറുക്കളയിലുണ്ട് ഇൻഷാ അല്ലാ. ചെറുക്കള ഭാഗത്തുകൂടി പോകുന്ന യാത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അടുത്തുണ്ട്, എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അല്ലാഹു നല്ലത് പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാ, നല്ല വെയിലുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സഹകരണമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചെറുക്കള ഭാഗത്തുകൂടി പോകുന്ന എല്ലാവരും ഒന്ന് സഹകരിക്കണം ഇൻഷാ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ജീവിതത്തിൽ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. ആത്മഹത്യ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും എന്തല്ല നമ്മുടെ ജീവിതത്തിൽ യോജിച്ചതൊന്നല്ല അത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഉസ്താദ് ആത്മഹത്യ ചെയ്ത വിവരം വളരെ വേദനിപ്പിച്ചു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് അത്രമാത്രം പ്രയാസം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നാം ആരും അദ്ദേഹത്തിൻ്റെ നന്മ വലിച്ചെറിയാൻ നിൽക്കണ്ട. കാരണം അൽ ഗീബത്തു അശദ്ദു മിന സിനാണ്. ഗീബത്ത് പറയാൻ പാടില്ല ആരെയും, നല്ലത് മാത്രം പറയാം. അയാൾ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോയത് അള്ളാഹു കാരുണ്യവാനല്ലേ. അദ്ദേഹവും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് ആവശ്യമില്ലാത്ത വാക്കുപയോഗിച്ചിട്ട് നമ്മൾ തെറ്റുകാരാകണ്ട. ആരെയും പറയാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലത് മാത്രം ചെയ്യാം, നല്ലത് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഞാൻ ചെറുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാ വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് സ്വയം വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.